അച്ഛനെ പിടികിട്ടാത്തോണ്ട്. നീ അച്ഛനെ പിടിക്കത്തില്ലയോ? ഇനിയും കണ്ടാ പിടിക്കും. അച്ഛൻ വിളിച്ചതാണോ ചേട്ടാ? നീ കണ്ടിട്ടില്ലേ അച്ഛനെ? ഞാൻ മറന്നുപോയി ചേട്ടാ. അച്ഛൻ പടത്തിലെ പോലെ ആണോ ചേട്ടാ? അതെ. അറിയാതെ അമ്മി, അറിയാതെ. ചേട്ടാ ചുമ്മാ പറഞ്ഞതാ. അച്ഛനെ പോലീസൊന്നും പിടിക്കത്തില്ല. നീ എന്തിനാ കരയുന്നത്? എനിക്ക് കരച്ചില് വന്നു ചേട്ടാ. എന്തിനാ അപ്പൊ അവള് കരയുന്നത്? അവള് ചുമ്മാ അറിയുന്ന. ആഹാ, നീ അവളെ കരയിപ്പിച്ചതാ. അമ്മ അമ്മ എനിക്ക് വിശക്കുന്നു. എന്റെ മക്കൾ അവിടെ ഇരിക്കുക. അമ്മ ഇപ്പൊ കഞ്ഞി വെച്ച് തരാം. മോള് കരയണ്ട കേട്ടോ. ഇതാണ് പുട്ട്. അമ്മയ്ക്ക് വേണ്ട, മോള് തിന്നു. ചേട്ടന് ഞാനും തിന്നതാ. ഇത് അമ്മയ്ക്ക് വേണ്ട, എന്റെ മോള് തിന്നു. അമ്മേ, അമ്മ എവിടെയാ പോയത്? അമ്മുമ്മയുടെ വീട്ടിൽ. അയ്യോ അമ്മേ, എന്നെയും കൂടെ കൊണ്ടുപോകുന്നത് എന്താ? അമ്മേ, അമ്മുമ്മയും അമ്മാവനെ എനിക്കും കാണണ്ടേ? വേണ്ട മോളെ, വേണ്ട. അവരൊക്കെ വലിയ ആളുകൾ, നമ്മൾക്കാരുമില്ല, ദൈവം മാത്രം. പിന്നെ നമ്മുടെ അച്ഛന്. ആ, എന്റെ മോളുടെ അച്ഛൻ. അമ്മ വരുന്നു. അമ്മയും മതവും കൂടി അകത്തെന്ത് ചെയ്യുകയായിരുന്നു? അവൾ ഓരോന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവളെന്താണ് അമ്മയുടെ മേലിൽ നിന്ന് മാറാതെ അങ്ങനെ നിൽക്കുന്നത്? നീങ്ങി വാ, ഒളിഞ്ഞു വാ, മാമന്റെ അടുത്തോട്ട് വാ. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കുട്ടികളെ സ്കൂളിൽ അയക്കുന്നില്ല. അതെന്താ? എല്ലാം കണ്ടുകെട്ടിയപ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ പുസ്തകം എടുക്കരുതെന്ന് മാത്രമേ അപേക്ഷിച്ചുള്ളൂ. അതിനുള്ള മനുഷ്യത്വം പോലും അവർക്കുണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെ അവരെ സ്കൂളിൽ അയക്കും? മോള് പോയി അടുപ്പിൽ തീ എരിയുന്നുണ്ടോ നോക്ക്. ശാരദ എന്നെ വളരെയേറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങളെ സഹായിക്കാൻ അങ്ങനെ ആർക്കും സഹായിക്കാൻ കഴിയുന്ന ആപത്തല്ലല്ലോ ഞങ്ങൾക്ക്. വിശേഷിച്ച് നിങ്ങളൊക്കെ വലിയ ആളുകൾ. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ശാരദ എന്നെ മറ്റു രീതിയിൽ വിചാരിക്കുകയാണ്. എങ്ങനെ? എന്റെ ഹൃദയത്തിൽ ശാരദയെ സംബന്ധിച്ച് അങ്ങനെയൊരു ദൗർബല്യം. മറ്റു വല്ലതും സംസാരിക്കും. അപ്പോ ആ, നീ എവിടെയാണെന്നാ ചോദിച്ചത്? ശാരദയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? അതെ. ആളുകൾ പറയുന്നത്ര ചീത്തയല്ല ഞാൻ. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് കുറച്ചു നാളുകളായി ശാരദയെ കുറിച്ചുള്ളൊരു ഹൃദയവേദന. ആ, അടുപ്പിൽ തീ എരിയുന്നുണ്ടോ മോളെ? വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആ, വളരെ കഷ്ടത്തിലാണ്. ഞാനും ശാരദയുമായുള്ള ഹൃദയബന്ധം. മറ്റൊന്നും നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ? എന്റെ ഹൃദയം എന്റെ കൂടെയുണ്ട്. എന്റെയും. ഓ, നബീസ ഇവിടെ ഉണ്ടോ? മധുരദ്ദേഹം എന്താ വന്നത്? കുശലം അന്വേഷിക്കാൻ വന്നതാണ്. അന്വേഷിക്കുന്നു. ഇവരൊക്കെ കൂടാണ് നാട് നശിപ്പിക്കുന്നത്. അവരൊക്കെ വലിയ ആളുകളല്ലേ? അത് മാമനാണോ? അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പൊ തരാം മോനെ. ശാരദ
ആരാ അത്? അസലാറിയാക്ക കടമുക്കിലേക്ക് പോകുന്ന കണ്ടല്ലോ നബിസ ബീവി. അല്ലേ ശാരദാമ്മയ്ക്ക് തലവേദനയാണോ? ഒരു പണി ചെയ്യ, നല്ല കുറച്ച് കരിന്തുമ്പ കൊണ്ടുവന്ന്, ഞൊങ്ങണം തുമ്പയല്ല, തുമ്പപ്പൂ എടുക്കുന്ന കരിന്തുമ്പ കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഒരു പാത്രത്തിലാക്കി അടപ്പത്തിരിക്കണം. ചന്ദനം അരച്ചത്, അരച്ചൂട്ടിയത് കടയിൽ വാങ്ങാൻ കിട്ടുന്നത് പോരാ, കൈ കൊണ്ട് അരച്ചത് ഇത്ര 2 കിഴിയാക്കണം. എന്നിട്ട് തുമ്പച്ചാണകത്തിന് തിളപ്പിച്ച് ചെറു ചൂടോടെ നെറ്റിയിൽ ഊന്നണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഊന്നിയാൽ ചെറുക്കനെ വല്ലപ്പോഴും ഒന്ന് ശാസിച്ചേക്കണം. ഈ ആണല്ലോ മോളെ എന്നെ കളിയാക്കുന്നത്. എന്നിട്ട് നമ്മള് ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുമ്പം നമ്മൾ ശങ്കരാരായണപിള്ള അദ്ദേഹമാണ് ഏമാൻ. അന്നും നമ്മൾ യൂണിഫോം ഇടത്തില്ല, അതാണ് നമ്മുടെ ഒരു രാക്ഷസ്. ഏമാന് എന്നെ കൊണ്ട് യൂണിഫോം ഇടിക്കണം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം നമ്മൾ ഏമാന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം ഏമാന്റെ ഭാര്യ തലയും കുത്തി നിൽക്കുന്നു. നീ അടി വാങ്ങിക്കും. പെണ്ണുങ്ങൾ തലയും കുത്തി വെക്കും. ഇട ചെറുക്കാ തലവേദന. എന്നിട്ട് നമ്മൾ തന്നെ പോയി കരിന്തുമ്പ് പറിച്ചു കൊണ്ടുവന്ന് ഏമാന്റെ ഭാര്യയ്ക്ക് ഈ പ്രയോഗം ചെയ്തു. ഏമാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുന്നവരെ കാഞ്ചിപ്പള്ളിയോട് യൂണിഫോം ഇടാൻ പറഞ്ഞിട്ടില്ല. ചെറുക്കനെ വല്ലപ്പോഴൊക്കെ ഒന്ന് ശാസിച്ചേക്കണം, ഇല്ലെങ്കിൽ തന്റെ 10 മാറ്റാ പോവാൻ. അങ്ങനെ വേണമല്ലോ അവൻ വളരാൻ. എല്ലാവരും നമ്മുടെ നേരെയാ, നമ്മൾ എന്തോ ചെയ്യാനാ? പിന്നെ നമ്മൾ പോയേക്കാം. ഇവിടെ പേപ്പർ വല്ലതും വീണിട്ടുണ്ടോ? അമ്മേ, പോലീസ് വണ്ടി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഏമാൻ വിളിക്കുന്നു. എന്തിനാ? ഏതാണ്ടൊരു കാര്യം പറയാനാണോ പറഞ്ഞ്? അമ്മേ പോകണ്ട. നമ്മളാ കാര്യം പറയാം. എന്തിനാ നബീസ? ഒന്ന് അവിടെ വരെ ചെന്ന് ചോദിക്കും. അമ്മേ വേണ്ട. എനിക്ക് പേടിയാവണം. പേടിക്കണ്ട മോളെ, അമ്മ ഇപ്പഴിങ്ങി വരാം. ഞാനും വരുന്നു അമ്മേ. വേണ്ട മോനെ, അമ്മ ഇപ്പൊ വരാം. നബീസ, നബിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ ജീപ്പിലോട്ട് കയറണം. നബിയെ കിട്ടുന്നവരെ നിങ്ങളെ ജയിലിൽ വെക്കാൻ പോവുക. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ, അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ അവർക്ക് ലേശം കഞ്ഞി കൊടുക്കട്ടെ. എന്നെ വിടൂ, എന്നെ വിടൂ. അയ്യോ എന്റെ ദൈവമേ.